അസ്സലാമലൈക്കും വെൽക്കം ടു ഫാരിഷാസ് കിച്ചൺ ആൻഡ് ക്യാൻവാസ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ള ഗോബി പറാത്ത കേട്ടോ. ഗോബി എന്ന് പറയുന്നത് കോളിഫ്ലവർ പറാത്തയാണ്. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ കേട്ടോ. അതിനായിട്ട് 3 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. അതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അജ്വൈൻ, അതുപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ശേഷം ഇതൊരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്ക് കോളിഫ്ലവർ സെറ്റാക്കി വെക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്നുകിൽ മിക്സർ ഗ്രൈൻഡറിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതിൽ ചെറിയ പൊട്ടുപൊടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ചപ്പാത്തിക്ക് ഹോൾ വരും. അതുകൊണ്ട് പൊട്ടുപൊടി ഇല്ലാണ്ട് ശ്രദ്ധിക്കണം. ശേഷം ഇതൊരു തുണിയിൽ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എല്ലാം മാറ്റിക്കളയാം. കാരണം ഞാൻ ഇത് കുക്ക് ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. മസാല ചേർത്തിട്ട് ചപ്പാത്തിയിൽ ഫില്ല് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 സവാള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞത്, മല്ലിയിലയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നേരെ നമുക്ക് ചപ്പാത്തിയിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചപ്പാത്തി എടുക്കുക, ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കുക. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ ബോൾ തന്നെ ആയിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടി നല്ല റൗണ്ടാക്കി കൊടുക്കുക. ഇനി ശേഷം പൊടി തൂവി കൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിയുടെ സൈസിലോട്ട് തന്നെ നമ്മൾ പരത്തി എടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് സ്ക്വയർ ഷേപ്പിൽ എന്ത് ചെയ്യുക, ഇത് ഫില്ല് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഇതിൽ കാണാം കുറച്ച് കോഴ്സായിട്ടുള്ള കുറച്ച് വലിയ പീസസ് ഓഫ് കോളിഫ്ലവർ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, ഇത് പൊട്ടിപ്പോവും. ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് 2 ചപ്പാത്തി പരത്തിയിട്ട് അതിൽ ഫില്ല് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്ന സിസ്റ്റം ചെയ്യാം. പക്ഷേ ഇതാണ് എനിക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നിയത്. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് നല്ലോണം ഉണ്ട് കേട്ടോ. പൊറാത്ത ഒരു സൈഡ് കളറ് മാറുമ്പം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് 2 സൈഡും കുക്കായാൽ നമ്മൾ എന്ത് ചെയ്യുക, ഓയിൽ തടവുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു ക്രിസ്പി ആകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്കിത് എടുത്ത് മാറ്റാം. എണ്ണയ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് റായ്ത്തയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. റായ്ത്ത മീൻസ് തൈരിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. തൈരിൽ ഉപ്പും അയമോദകവും ജീരകപ്പൊടി, പച്ചമുളക്, സവാള, മല്ലിയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.